പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിഭൂതി ബുധനാഴ്ചയാണ്. കാറ്റക്കിസം പഠനത്തിൻ്റെ 1076 എപ്പിസോഡാണ്. 2026 ഫെബ്രുവരി മാസം 18 മാമോദീസായെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ, ഇവിടെ നടന്ന ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഈ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച വരദാനങ്ങളെക്കുറിച്ചെല്ലാം ശക്തമായിട്ട് പ്രഘോഷിക്കാൻ പറ്റി. നമുക്ക് നന്ദി പറയാം. നമുക്കൊരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹലബല 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 ഹലബല. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തി പടരണമേ. എല്ലാവരും ഒരുമിച്ച് സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തി പടരണമേ. കം ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let the anointing of the Lord come down. Let the anointing of the Lord come down. Let the anointing of the Lord from heaven come down. Let the anointing of the Lord come down. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ തുടങ്ങാറുള്ള വചനം ഏറ്റുപറയാം. അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായിട്ടുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. 1216 ഒരു ഭാഗം മാമോദീസായിൽ ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമായ വചനത്തെ സ്വീകരിച്ചിട്ട് മാമോദീസ സ്വീകരിച്ച വ്യക്തി പ്രകാശിക്കപ്പെടുന്നു. അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായിത്തീരുന്നു. അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായിത്തീരുന്നു. 1216. ഒന്നുകൂടി. മാമോദീസായിൽ ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമായ വചനത്തെ സ്വീകരിച്ചിട്ട് മാമോദീസ സ്വീകരിച്ച വ്യക്തി പ്രകാശിക്കപ്പെടുന്നു. അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായിത്തീരുന്നു. പ്രൈസ് ദ ലോർഡ്. അവൻ പ്രകാശം തന്നെയുമായിത്തീരുന്നു. നമുക്ക് അഭിമാനത്തോടും പ്രൗഢിയോടും കൂടി സ്തുതിച്ച് നന്ദി പറയാം. നമുക്കെല്ലാവർക്കും ഒന്നും കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ ജർമ്മനി, ഓസ്ട്രിയയിലെല്ലാം നൊയമ്പ് ആരംഭിച്ചാൽ ഹല്ലേലൂയ പറയാൻ പാടില്ല എന്നാണ്. കാരണം നൊയമ്പ് കാലത്ത് ഹല്ലേലൂയ പാടാറില്ല, ഹല്ലേലൂയ പറയാറില്ല. അതെന്തിനാന്ന് വെച്ചാൽ ആ ഉയർപ്പ് ഞായറാഴ്ചയ്ക്ക് വലിയ ഹല്ലേലൂയ പാടാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഒരുങ്ങുകയാണ്. എനിവേ, നമുക്ക്
ഈ ശുശ്രൂഷയിൽ ഹല്ലേലൂയ പാടാതെയും പറയാതെയും നമുക്ക് ശുശ്രൂഷിക്കേ പറ്റില്ല. അതുകൊണ്ട് നമ്മളതിനെ ദോഷമിക്കണ്ട. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ വലിയ നോയമ്പിൻ്റെ ആരംഭത്തിൽ ആശംസകൾ നേരുന്നു, പ്രാർത്ഥന നേരുന്നു. നമ്മൾ പ്രവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. എല്ലാവരും ഒന്നേറ്റ് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആശയാണ് മോശയിലൂടെ പ്രതിഫലിച്ചത്. എന്താണത്? മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്രതി നീ അസൂയപ്പെടുന്നുവോ? എല്ലാവരും, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും, ഹല്ലേലൂയ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. വലിയ അഭിഷേകം വരികയാണ്. ഇപ്പോൾ ഒന്നുകൂടി ഏറ്റു പറയാം, കർത്താവിൻ്റെ ജനം മുഴുവൻ. ഇതൊരു പ്രവചനമാണ്, ഇതുമൊരു പ്രവചനമാണ്. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ശലഹലവല. സംഖ്യയുടെ പുസ്തകം 11:29. എന്റെ ജനമേ, എന്റെ വാത്സല്യഭാജനങ്ങളെ, എന്റെ അഗ്രാഹ്യമായ ശക്തിയും കരുണയും എല്ലാ മനുഷ്യരിലേക്കും ഞാൻ ഒഴുക്കുന്നു, ലോകം മുഴുവനിലേക്കും ഞാൻ ഒഴുക്കുന്നു. ഈ കാലഘട്ടത്തിൽ സഭ മുഴുവനും നൊയമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഈ രക്ഷ അനുഭവിക്കുന്നതിനായി കർത്താവിനെ അറിയാത്തവർക്കും എൻ്റെ രക്ഷ അനുഭവിക്കാത്തവരിലേക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശറവക്കൂല റബാലമക്കൂല. ഈ നൊയമ്പുകാലം വലിയ പ്രാർത്ഥനയുടെ കാലമാക്കി മാറ്റുവിൻ. ഈ നൊയമ്പുകാലം വലിയ അനുഭവത്തിൻ്റെ കാലമാക്കി മാറ്റുവിൻ. ഈ നൊയമ്പുകാലം കൂടുതൽ ഉപവാസവും പ്രാർത്ഥനയ്ക്കുമായിട്ട് നിങ്ങൾ ഒരുങ്ങുവിൻ. ഉപവാസവും പ്രാർത്ഥനയിലൂടെ അല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല എന്ന് ഞാൻ അരുളി ചെയ്തത് ഓർക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും. ഉപവാസവും പ്രാർത്ഥനയിലൂടെയാണ് മനുഷ്യവംശം മുഴുവനും പുതിയ കൃപകളാൽ നിറയുന്നത്. പുതിയ കൃപകൾ, പുതിയ അഭിഷേകം, പുതിയ വരദാനങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. നിങ്ങളെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ്. നിങ്ങളെല്ലാവരും വിത്താണ്, വിത്ത്. ഞാൻ ഈ പ്രപഞ്ചത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ വിത്താണ് നിങ്ങൾ. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നിങ്ങളിലേക്ക് എന്റെ പ്രസാദപരത്തിന്റെ വലിയ ശക്തി ഞാൻ ഒഴുക്കുന്നു. എന്റെ അത്ഭുത രോഗശാന്തികളും അത്ഭുത അടയാളങ്ങളും വിശ്വാസത്തിന്റെ പാറ തന്നെ നിങ്ങൾക്കായി ഞാൻ തുറക്കുന്നു. നിങ്ങളെ വിശ്വാസത്തിന്റെ പാറയാക്കി ഞാൻ മാറ്റും. വിശ്വാസത്തിന്റെ
വലിയ രഹസ്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. വിശ്വാസത്തിന്റെ വലിയ രഹസ്യങ്ങളിലേക്ക് നിങ്ങളെ ഞാനിതാ ഉയർത്തുന്നു. വിശ്വാസം വളരാൻ വേണ്ടി നിങ്ങൾ ദാഹിക്കുവിൻ. വിശ്വാസത്തിൽ വളരണം, വിശ്വാസം വർദ്ധിക്കണം. അപ്പസ്തോലന്മാർ എന്നോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇത് നിങ്ങളുടെയും പ്രാർത്ഥനയാകട്ടെ, സഭ മുഴുവന്റെയും പ്രാർത്ഥനയാകട്ടെ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇതാ ഞാൻ ഇന്ന് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ദൈവത്തിന്റെ പ്രസാദപരത്തിന്റെ വലിയ വെള്ളച്ചാട്ടം നിങ്ങളിലേക്ക് ഒഴുകാൻ ഇവിടെയാകും. വെള്ളച്ചാട്ടം പോലെ കൃപ നിങ്ങളിലേക്ക് ഞാനിതാ ഒഴുക്കുന്നു. വെള്ളച്ചാട്ടം നിങ്ങളുടെ ആത്മാവിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്റെ കൃപാവരത്തിന്റെ വെള്ളച്ചാട്ടം ഞാൻ ഒഴുക്കുന്നു. എന്റെ കൃപാവരത്തിന്റെ വെള്ളച്ചാട്ടം നിങ്ങളിലേക്ക് ഞാൻ ഒഴുക്കുന്നു. നിങ്ങളിലൂടെ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. നിങ്ങളിലൂടെ അതിശക്തമായ കാര്യങ്ങൾ സഭയിൽ ഞാൻ ചെയ്യും. എന്റെ വരദാനങ്ങൾ നിങ്ങളിൽ നൽകിയിട്ടുള്ളത് ഓരോരുത്തരിലും തുറക്കട്ടെ. എന്റെ ആത്മാവിന്റെ അഭിഷേകം തുറക്കട്ടെ. അഭിഷേകമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയ അഭിഷേകം. നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഞാൻ നിങ്ങൾക്ക് നൽകിയ അഭിഷേകത്തെ നിങ്ങൾ കൂടുതലായി ജ്വലിപ്പിക്കുവിൻ. ഓരോ ദിവസവും അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുവിൻ. ഓരോ ദിവസവും കൂടുതൽ ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ ജ്ഞാനവും എന്റെ അഭിഷേകവും ഞാനിതാ നിങ്ങളിൽ കൂടുതലായി നൽകുന്നു, കൂടുതലായി വർദ്ധിപ്പിക്കുന്നു. അഭിഷേകം അഭിഷേകം എല്ലാവരിലും എന്റെ അഭിഷേകം ഞാൻ വർദ്ധിപ്പിക്കുന്നു. എന്റെ അഭിഷേകത്തെ ഞാൻ ജ്വലിപ്പിക്കുന്നു. എന്റെ അഭിഷേകത്തിൽ ജീവിക്കുന്നവരാകുവിൻ. എന്റെ അഭിഷേകത്തിൽ ശുശ്രൂഷിക്കുന്നവരാകുവിൻ. എന്റെ അഭിഷേകത്തെ പ്രസരിപ്പിക്കുന്നവരാകുവിൻ. എന്റെ അഭിഷേകത്തെ പ്രഘോഷിക്കുന്നവരാകുവിൻ. എന്റെ അഭിഷേകത്തിലൂടെ ദർശനങ്ങളും വരദാനങ്ങളും നിങ്ങളിൽ തുറക്കട്ടെ. എന്റെ അഭിഷേകം, അഗ്രാഹ്യമായ അഭിഷേകം നിങ്ങളിൽ ഇതാ തുറക്കുന്നു. ആമേൻ. Praise the Lord. Praise the Lord. Praise the Lord. ഈശോയെ നന്ദി. ഈശോയെ ഇപ്പോ കാണുന്ന സൗഖ്യം കാലിന് മുടന്തുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കാലിന് മുടന്തുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അതുപോലെ കൈപ്പത്തിയിൽ ഒരു കുരു ഉള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കൈപ്പത്തിയിൽ കുരു. ശക്തമായ വയറുവേദനയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. വയറുവേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. ഇന്നലെ പറഞ്ഞ സൗഖ്യങ്ങളിൽ പലതും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നന്ദി പറയാം. നമ്മൾക്ക് ഉടനെ ഈ ക്ലാസ്സിലേക്ക് കയറാം.
നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇതാണ്. മാമോദീസായുടെ പ്രതിരൂപങ്ങൾ പഴയ ഉടമ്പടിയിലുള്ളത് നമ്മൾ വീണ്ടും തുടർന്ന് വായിക്കുന്നു, പഠിക്കുന്നു. മാമോദീസ രക്ഷാപദ്ധതിയിൽ അതിൽ 1219 സൈഡ് പാരഗ്രാഫ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സഭ നോഹയുടെ പെട്ടകത്തെ മാമോദീസ വഴിയുള്ള രക്ഷയുടെ ഒരു പ്രതിരൂപമായി കാണുന്നു. നോഹയുടെ പെട്ടകത്തെ മാമോദീസ വഴിയുള്ള രക്ഷയുടെ ഒരു പ്രതിരൂപമായി കാണുന്നു. കാരണം അതുവഴി കുറെ പേർ, അതായത് 8 പേർ ജലത്തിലൂടെ രക്ഷിക്കപ്പെട്ടു. അങ്ങ് മഹാപ്രളയത്തെ ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ രഹസ്യത്തിൽ പാപത്തിൻ്റെ അന്ത്യവും നന്മയുടെ തുടക്കവും കുറിക്കുന്ന പുനർജനനത്തിൻ്റെ അടയാളമാക്കി. കണ്ടോ? അപ്പോൾ ഇന്നലെ നമ്മൾ മനസ്സിലാക്കി, ഒരു നാണയത്തിന് 2 വശം എന്ന പോലെയാണ് മാമോദീസായിൽ 2 കാര്യം ഒപ്പം സംഭവിക്കുന്നു. എന്താണ്? ഒന്ന്, ജനം രക്ഷിക്കപ്പെടുന്നു. മറ്റൊന്ന്, തിന്മ അവസാനിക്കപ്പെടുന്നു. തിന്മ നിഹനിക്കപ്പെടുന്നു. തിന്മ മരിക്കപ്പെടുന്നു. അപ്പോൾ ചെങ്കടൽ കടക്കൽ എന്ന് പറയുന്നതിൽ വെള്ളത്തിലൂടെ ജനം രക്ഷിക്കപ്പെട്ടു, ദൈവജനം രക്ഷിക്കപ്പെട്ടു. എന്നാൽ അതേ വെള്ളത്തിൽ ശത്രു നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ അങ്ങ് മഹാപ്രളയ ജലത്തെ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ രഹസ്യത്തിൽ കണ്ടോ, ഒരു യാഥാർത്ഥ്യം. ഈ മാമോദീസായെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യാഥാർത്ഥ്യം എന്നുള്ളത് പല പ്രാവശ്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവും. അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്, ഒരു നടന്ന സംഭവമാണ്, ഒരു കഥയല്ല, ഒരു മിത്തോളജി അല്ല. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിൽ മാമോദീസ നമ്മൾ സ്വീകരിച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ആ യാഥാർത്ഥ്യത്തിൽ പങ്കുകാരായി. ആ യാഥാർത്ഥ്യത്തിൽ നമ്മൾ പ്രവേശിച്ചു. ആ യാഥാർത്ഥ്യത്തിൽ എന്ത് സംഭവിക്കുന്നു? മരണവും പുനരുത്ഥാനവും. മരണവും പുനരുത്ഥാനവും. അതിൽ നമ്മുടെ രക്ഷയും നമ്മുടെ പാപത്തിൻ്റെ അവസാനവും സംഭവിക്കുന്നു. പാപം അവസാനിച്ചിരിക്കുന്നു. പാപത്തിൻ്റെ ബന്ധനം അവസാനിച്ചിരിക്കുന്നു. ഈശോ മാമോദീസായ്ക്ക് ശേഷം നടത്തിയ പ്രബോധനം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും. കണ്ടോ? ഈശോ വന്നിരിക്കുന്നത് മോചിപ്പിക്കാനാണ്. ഓക്കെ. അപ്പോൾ അങ്ങ് മഹാപ്രളയത്തെ ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ രഹസ്യത്തിൽ പാപത്തിൻ്റെ അന്ത്യവും നന്മയുടെ തുടക്കവും കുറിക്കുന്ന പുനർജനനത്തിൻ്റെ അടയാളമാക്കി. ലത്തീൻ ആരാധനാക്രമത്തിലെ മാമോദീസ ജലത്തെ ആശീർവദിക്കുന്ന പ്രാർത്ഥന ഇതാണ്: പരിശുദ്ധാത്മാവ് വഴി ഈ ജലത്തെ അങ്ങയുടെ പ്രസാദവരം കൊണ്ട് നിറയ്ക്കുമാറാകണമേ. സ്വന്തം ഛായയിൽ അങ്ങ് സൃഷ്ടിച്ച മനുഷ്യനെ ജന്മപാപത്തിൻ്റെ മാലിന്യങ്ങൾ കഴുകി ശുദ്ധമാക്കി ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഒരു നവശിശുവായി ജന്മം പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ. കാർമികൻ വലതുകൈ വെള്ളത്തിൽ തൊട്ടുകൊണ്ട് തുടരുന്നു. അപ്പോൾ ആ കാർമികൻ വെള്ളത്തിൽ തൊടുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആ കൈയിൽ സൈത്ത്
അതായത് ക്രിസം ഓയിൽ മുക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെയുണ്ട്. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങയുടെ തിരുക്കുമാരൻ വഴി പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഈ നിറനീരിൽ ഇറങ്ങുമാറാകണമേ. അതുവഴി ക്രിസ്തുവും ഒന്നിച്ച് ജ്ഞാനസ്നാനത്തിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം ക്രിസ്തുവും ഒന്നിച്ച് പുതുജീവിതത്തിലേക്ക് പുനരുത്ഥാനം ചെയ്യുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരണമേ. എല്ലാവരും ആമീൻ പറയുന്നു. അപ്പോൾ ഇതാണ് മാമോദീസ ജല ആശീർവദിക്കുന്ന പ്രാർത്ഥന. ഈ നമ്മൾ മാമോദീസായുടെ പ്രതിരൂപങ്ങൾ പഴയ ഉടമ്പടിയിൽ എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടാണ് 1219 സൈഡ് പാരഗ്രാഫ് 701 പ്രാവ് ജലപ്രളയത്തിൻ്റെ ഇതിൻ്റെ പ്രതീകാത്മകത മാമോദീസായോട് ബന്ധപ്പെട്ടതാണ്. അതാണ് ബ്രാക്കറ്റിൽ. ജലപ്രളയത്തിൻ്റെ അവസാനം നോഹ വിട്ടയച്ച പ്രാവ് ഒരു ഒലിവ് മരക്കൊമ്പ് കൊത്തിക്കൊണ്ടുവന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു ഒലിവ് മരക്കൊമ്പ് കൊത്തിക്കൊണ്ടുവന്നു. ഭൂമി വീണ്ടും മനുഷ്യവാസ യോഗ്യമായി എന്നതിൻ്റെ അടയാളമായിരുന്നു അത്. യേശു മാമോദീസ ജലത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്നു, അവിടുന്ന് ആവസിക്കുന്നു. മാമോദീസ സ്വീകരിച്ചവരുടെ പവിത്രീകൃതമായ ഹൃദയങ്ങളിൽ ആത്മാവ് ഇറങ്ങി വന്ന് വസിക്കുന്നു. ചില പള്ളികളിൽ ദിവകാരുണ്യം സൂക്ഷിക്കുന്നത് ലോഹം കൊണ്ട് പ്രാവിൻ്റെ രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ളതും അൾത്താരയ്ക്ക് മുകളിൽ തൂക്കിയിട്ടുള്ളതുമായ ഒരു പാത്രത്തിലാണ്. കുളമ്പാനും പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ ക്രൈസ്തവ ചിത്രകല പരമ്പരാഗതമായി ഒരു പ്രാവിൻ്റെ ചിത്രം ഉപയോഗിക്കുന്നു. ശരഹലബല ഹലബല ഹലബല ഹലബല. താവേ നന്ദി. ഈ പ്രാവിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇന്നലെ ഇവിടെ നടത്തിയ ക്ലാസ്സിൽ അത് പറഞ്ഞ എല്ലാവർക്കും വലിയ പ്രാവിൻ്റെ 2 ചിറകുകളും ഒരു വിമാനത്തിൻ്റെ എൻജിൻ പോലെയാണ്. വിമാനം കണ്ടുപിടിച്ച റൈറ്റ് ബ്രദേഴ്സ് ഈ പ്രാവിൻ്റെ ചലനം കണ്ടിട്ടാണ് വിമാനം കണ്ടുപിടിച്ചത്. എങ്ങനെ പ്രാവ് പറക്കുന്നു, പ്രാവിൻ്റെ പറക്കുന്നതിനുള്ള ശക്തി ഈ ചിറകുകളിൽ നിന്നാണ്. വിമാനത്തിൻ്റെ ചിറകുകളിൽ, വിമാനത്തിൻ്റെ 2 ചിറകുകളിൽ തൂങ്ങിക്കിടക്കുന്നത് 2 എഞ്ചിനാണ്. വിമാനത്തിൻ്റെ എഞ്ചിൻ ടർബൈൻ ചിറകുകളിലാണ്. അത് കറങ്ങുമ്പോൾ വിമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ 2 എഞ്ചിനുകൾ പിതാവും പുത്രനുമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പിതാവും പുത്രനുമായി ഏകസത്തയാണ്. Consubstantial with the Father and the Son. കാറ്റഗിസത്തിൽ 685 പറയുന്നത്, to believe in the Holy Spirit is to profess that the Holy Spirit is one of the persons of the Holy Trinity, consubstantial with the Father and the Son. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. 685. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാകുന്ന വ്യക്തി ത്രിത്വത്തിലെ ഒരു ദൈവിക വ്യക്തിയാണെന്നും പിതാവിനും പുത്രനും ഒപ്പം സത്തയിലൊന്നാണെന്നും വിശ്വസിക്കണം. സത്തയിലൊന്നാണ്.
സത്തയിലൊന്നെന്ന് പറഞ്ഞാൽ അവർ ഒരു വ്യക്തിയാണ്. ഹോളി സ്പിരിറ്റ് ഈസ് എ ഡിവൈൻ പേഴ്സൺ. ത്രിത്വത്തിലെ പിതാവും പുത്രനുമായി ഒന്നാണ്. നമ്മൾ സാധാരണ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ കുറച്ചൊരു താഴ്ന്ന രീതിയിലാണ്. ഒന്നാം സ്ഥാനം ഒരു ഏറ്റവും മുകളിൽ, രണ്ടാം സ്ഥാനം കുറച്ച് താഴെ, മൂന്നാം സ്ഥാനം അതിന് താഴെ നിൽക്കുന്ന ഒരു ചിന്തയാണ് നമുക്ക്. അവിടെ അതിൻ്റെ ആദ്യത്തെ ആ സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. സത്തയിലൊന്നാണ്, കോൺസബ്സ്റ്റാൻഷ്യൽ. അപ്പോൾ പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. അതാണ് രണ്ട് ചിറകുകൾ അടിച്ച് പരിശുദ്ധാത്മാവ് ഉടനെ പിതാവും പുത്രനുമായിട്ട് വരുന്നു. പിതാവിനെയും പുത്രനെയും കൂടെ അല്ലാതെ പരിശുദ്ധാത്മാവിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും, ഉടനെ വരും. എങ്ങനെ വരും? പിതാവും പുത്രനുമായിട്ട് ഒരുമിച്ച് വരും. ഇതാണ് നമ്മളെ വിജയിപ്പിക്കുന്ന വലിയൊരു കാര്യം. പലരും എന്നോട് ചോദിക്കും, ബ്രദർ എങ്ങനെ ഇപ്പോഴും ഈ അഭിഷേകത്തിൽ നിലനിൽക്കണു? ഞാൻ നിലനിൽക്കണതിൻ്റെ കാര്യം, ഞാനിത് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയല്ല, ഒരു കാറ്റല്ല. പരിശുദ്ധാത്മാവ് ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയും പിതാവിനോടും പുത്രനോടും സമനായവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം സത്തയിൽ ഒന്നാണ്. നമുക്കൊന്നത് വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മളതങ്ങ് വിശ്വസിക്കൂ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ എഴുന്നള്ളി വരണേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, പിതാവിനോടും പുത്രനോടും ഒപ്പം സത്തയിൽ ഒന്നായിരിക്കുന്ന വ്യക്തിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ശലഹലബല ഹലബല 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 ശലഹല, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ ജ്വലിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അങ്ങ് തന്നെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ശലഹലബല ഹലബല ഹലബല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇനി 845 ആ സൈഡ് പാരഗ്രാഫിൽ 845 കൂടി എടുക്കാം. അതായത് 1219 സൈഡ് പാരഗ്രാഫിലെ 845 പറയുന്നത്, പാപത്തിൽ ചിതറിക്കപ്പെടുകയും വഴിതെറ്റിക്കപ്പെടുകയും ചെയ്ത തൻ്റെ മക്കളെ വീണ്ടും ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി തൻ്റെ പുത്രൻ സഭയിലേക്ക് മനുഷ്യവംശത്തെ മുഴുവനും വിളിച്ചു കൂട്ടാൻ പിതാവ് ആഗ്രഹിച്ചു. മനുഷ്യവംശം അതിൻ്റെ ഐക്യവും രക്ഷയും വീണ്ടും കണ്ടെത്തേണ്ട സ്ഥാനമാണ് സഭ. അതിൻ്റെ ഐക്യവും രക്ഷയും സഭ. രഞ്ജിപ്പിക്കപ്പെട്ട ലോകമാണ് സഭ. കർത്താവിൻ്റെ കുരിശിൻ്റെ പൂർണ്ണമായ യാത്രയിൽ പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസം വഴി ഈ ലോകത്തിൽ സംരക്ഷിതമായി സഞ്ചരിക്കുന്ന കപ്പൽ അവളാണ്. കർത്താവിൻ്റെ കുരിശിൻ്റെ പൂർണ്ണമായ യാത്രയിൽ പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസം വഴി ഈ ലോകത്തിൽ സംരക്ഷിതമായി സഞ്ചരിക്കുന്ന കപ്പലാണ് സഭ. പ്രൈസ് ദ ലോർഡ്. എത്ര മനോഹരം ദൈവമേ! ആ കപ്പലാണ് സഭ. സഭാപിതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു രൂപകമനുസരിച്ച് ജലപ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ഏക കപ്പലായ നോഹയുടെ പെട്ടകം അവളുടെ മുൻരൂപമാണ്. അപ്പോൾ നോഹയുടെ പെട്ടകം, ആ കപ്പൽ സഭയുടെ ഒരു മുൻരൂപമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ 1220 പോകുന്നു.
1220. മണ്ണിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ജലം ജീവന്റെ പ്രതീകമാണെങ്കിൽ സമുദ്രത്തിലെ ജലം മരണത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് കുരിശിന്റെ രഹസ്യത്തെ സൂചിപ്പിക്കാൻ അതിന് കഴിയുന്നു. ഈ പ്രതീകാത്മക വഴി മാമോദീസ ക്രിസ്തുവിന്റെ മരണവുമായുള്ള സംസർഗത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനം എന്ന് പറയാം അല്ലേ? മരണവും പുനരുത്ഥാനവുമായുള്ള സംസർഗത്തെ സൂചിപ്പിക്കുന്നു. 1220. മണ്ണിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ജലം ജീവന്റെ പ്രതീകമാണെങ്കിൽ സമുദ്രത്തിലെ ജലം മരണത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് കുരിശിന്റെ രഹസ്യത്തെ സൂചിപ്പിക്കാൻ അതിന് കഴിയുന്നു. ഈ പ്രതീകാത്മകത വഴി മാമോദീസ ക്രിസ്തുവിന്റെ മരണവുമായുള്ള സംസർഗത്തെ സൂചിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതോടൊപ്പം അതിൻ്റെ സൈഡ് പാരഗ്രാഫ് ഇതാണ്: 1010. ക്രൈസ്തവ മരണത്തിന് ക്രിസ്തു മൂലം ഭാവാത്മകമായ ഒരർത്ഥം കൈവന്നിരിക്കുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുക എന്നത് ക്രിസ്തുവാകുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നു, മരിക്കുക എന്നത് ലാഭമാകുന്നു. പൗലോസിന്റെ ലേഖനത്തിൽ ഫിലിപ്പി 1:21. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ക്രൈസ്തവ മരണത്തെ സംബന്ധിച്ച സത്താപരമായ നവീനമായിട്ടുള്ളതാണിത്. മാമോദീസായിലൂടെ ക്രൈസ്തവൻ ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന് വേണ്ടി കൗദാശികമായ നാം ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ മരിക്കുന്നെങ്കിൽ ശാരീരിക മരണം ക്രിസ്തുവിനോട് കൂടിയുള്ള ഈ മരണത്തെ പൂർണ്ണമാക്കുന്നു. ക്രൈസ്തവ മരണത്തെ സംബന്ധിച്ചിടത്ത് സത്താപരമായി നവീനമായിട്ടുള്ള ഇതാണ്. മാമോദീസായിലൂടെ ക്രൈസ്തവർ ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന് വേണ്ടി കൗദാശികമായി ക്രിസ്തുവിനോടുകൂടി മരിച്ചു കഴിഞ്ഞു. നാം ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നുവെങ്കിൽ ശാരീരിക മരണം ക്രിസ്തുവിനോട് കൂടിയുള്ള മരണത്തെ പൂർണ്ണമാക്കുന്നു. അങ്ങനെ അവിടത്തോടുള്ള നമ്മുടെ ഏകീഭവിക്കൽ അവിടുത്തെ രക്ഷാകര പ്രവൃത്തിയിൽ നിറവേറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. അതൊന്നുകൂടി വായിക്കുന്നത് നല്ലതാണ്. ഒന്നുകൂടി വായിക്കട്ടെ. 1010. ക്രൈസ്തവ മരണത്തിന് ക്രിസ്തു മൂലം ഭാവാത്മകമായ ഒരർത്ഥം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുക എന്നത് ക്രിസ്തുവാകുന്നു, മരിക്കുക എന്നത് നേട്ടമാകുന്നു. നാം അവനോടുകൂടെ മരിച്ചെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കും എന്ന വചനം ശ്വാസയോഗ്യമാണ്. ക്രൈസ്തവ മരണത്തെ സംബന്ധിച്ച് സത്താപരമായി നവീനമായിട്ടുള്ള ഇതാണ്. മാമോദീസായിലൂടെ ക്രൈസ്തവർ ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന് വേണ്ടി കൗദാശികമായി ക്രിസ്തുവിനോടുകൂടെ മരിച്ചു കഴിഞ്ഞു. നാം ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നെങ്കിൽ ശാരീരിക മരണം ക്രിസ്തുവിനോടുകൂടിയുള്ള ഈ മരണത്തെ പൂർണ്ണമാക്കുന്നു. അങ്ങനെ അവിടത്തോടുള്ള നമ്മുടെ ഏകീഭവിക്കൽ അവിടുത്തെ രക്ഷാകര പ്രവൃത്തിയിൽ നിറയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്യുന്നു. ഭൂമിയുടെ അതിർത്തികളോളം ആധിപത്യം നടത്തുന്നതിനേക്കാൾ യേശുക്രിസ്തുവിൽ മരിക്കുകയാണ് എനിക്ക് നല്ലത്. നമുക്ക് വേണ്ടി മരിച്ച അവിടത്തെയാണ് നാം അന്വേഷിക്കുന്നത്.
നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത് അവിടത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജന്മമരുളുന്ന നിമിഷത്തിലാണ് ഞാൻ നിർമ്മലമായ പ്രകാശം ഞാൻ സ്വീകരിക്കട്ടെ. ഞാൻ അവിടെ ചെന്നെത്തുമ്പോൾ ഞാനൊരു മനുഷ്യനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഒന്നുകൂടി, ഭൂമിയുടെ അതിർത്തികളോളം ആധിപത്യം നടത്തുന്നതിനേക്കാൾ യേശുക്രിസ്തുവിൽ മരിക്കുകയാണ് എനിക്ക് നല്ലത്. നമുക്ക് വേണ്ടി മരിച്ച അവിടത്തെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത അവിടത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജന്മമരുളുന്ന നിമിഷത്തിലാണ് ഞാൻ നിർമ്മലമായ പ്രകാശം ഞാൻ സ്വീകരിക്കട്ടെ. ഞാൻ അവിടെ ചെന്നെത്തുമ്പോൾ ഞാനൊരു മനുഷ്യനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാനിതിവിടെ നിർത്തുന്നു. നമുക്കെല്ലാവർക്കും നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്.